നമസ്കാരം. ഞാൻ ഇന്ന് വിശദീകരിക്കുന്നത് വേപ്പ് എന്ന മരത്തിനെ പറ്റിയിട്ടാണ്. പുരയിടത്തിലൊക്കെ കാണുന്നത് കക്കുന്ന വേപ്പ് എന്നറിയപ്പെടുന്ന ആര്യവേപ്പാണ്. നാട്ടുമ്പുറത്ത് പറയുന്ന ഭാഷയാണ് കക്കുന്ന വേപ്പ്, ആര്യവേപ്പ്. ഈ വേപ്പിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള മരമാണ്. ഈ മരം കൊണ്ട് നമുക്ക് എല്ലാ പണികൾക്കും ഉപയോഗിക്കാം. വാസ്തവത്തിൽ ഇത് വില കുറഞ്ഞ മരമാണ്, അത്ര വിലയില്ല. പക്ഷെ ഇതിന് പലർക്കും അറിയാത്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ചെതല് പിടിക്കില്ല, ദ്രവിക്കില്ല, അങ്ങനെയുള്ള നാശങ്ങൾ വരില്ല. കുറേ കാലത്തേക്ക് നിൽക്കും. സാധാരണക്കാരന് ചെറിയ ബഡ്ജറ്റിൽ ചെയ്യാവുന്ന സാധനമാണ് ആര്യവേപ്പ്. കട്ടള ജനലുകൾ, വാതിലുകൾ, പ്രത്യേകിച്ച് ഇതുകൊണ്ട് ഫർണിച്ചർ ഉണ്ടാക്കിയാൽ, ഈ കട്ടിലിന് കക്കണ വേപ്പ് കൊണ്ട് കട്ടിലുണ്ടാക്കിയാൽ അതിനൊരു ഔഷധ ഗുണമുള്ള മരമായതുകൊണ്ട് അതിനൊരു പ്രത്യേകത ഉണ്ട്. ഈ ത്വക്ക് രോഗമുള്ള ആൾക്കാരൊക്കെ കിടക്കയോ അല്ലെങ്കിൽ വിരിയോ ഒന്നുമില്ലാതെ വെറുതെ ഉള്ള കട്ടിലുമ്മ, പലക അടിച്ചേറ്റ കട്ടിലുമ്മ കിടന്നാൽ അത് ഒരുപാട് ശരീരത്തിന്, നമ്മുടെ ത്വക്ക് രോഗങ്ങൾക്ക് ഒരുപാട് ശമനം കിട്ടുമെന്ന് പറയണേ. അതുകൊണ്ട് നമ്മുടെ സ്ഥലത്തൊക്കെ ധാരാളം ആൾക്കാർ കട്ടിലുണ്ടാക്കാൻ വേണ്ടി ഈ വേപ്പ് അന്വേഷിച്ച് വരാറുണ്ട്. ഞങ്ങൾ കട്ടിൽ പടുത്ത് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് വളരെ വണ്ണം കൂടിയ മരം കിട്ടുകയാണെങ്കിൽ അത് ഉച്ചിലൊക്കെ കാണത്തില്ലോ, എണ്ണ ഇതിലിട്ടിട്ട് അതിന് വേണ്ടിയിട്ടുള്ള തോണി പോലെ ഉണ്ടാക്കാൻ ഈ മരം കൊണ്ട് ഉപയോഗിക്കാറുണ്ട്. ഈ അരിവേപ്പ് തമിഴ്നാടിൻ്റെ ബൗണ്ടറിയിലും തമിഴ്നാട്ടിലും ധാരാളമായിട്ട് കാണും. അത് മറ്റൊരു പ്രത്യേകത കൂടി എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിലെ മിക്കവാറും ഈ മാരിയമ്മൻ കോവിൽ അതേപോലെയുള്ള ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് അവിടുത്തെ ഹിന്ദു ആചാരപ്രകാരമൊക്കെ ക്ഷേത്രങ്ങളിലെ പല കാര്യങ്ങൾക്കും വേപ്പിൻ്റെ ഇല, കക്കിന് വേപ്പിൻ്റെ ഇല അങ്ങനെ കെട്ടായിട്ട് നമ്മൾ അവിടേക്ക് പോകുമ്പോൾ കാണാം, തൂക്കിയിട്ടൊക്കെ കാണാം, അവരുപയോഗിക്കാറുണ്ട്. പിന്നെ ഇതിന് വേറൊരു ഗുണമുള്ളത്, ഇതിന് ഒരു അണുനാശിനിയുടെ ഗുണമുണ്ടെന്നാണ് പറയണേ. കാരണം ഈ ചിക്കൻ ബോക്സ് അതേപോലെ ചില രോഗങ്ങളൊക്കെ വന്നാൽ ഈ വേപ്പിൻ്റെ ഇല കൊണ്ട് ഈച്ച വരാതിരിക്കാൻ ഇങ്ങനെ വീശും, അതിനൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. വേപ്പിൻ്റെ ഇലയാണ് അത്രേ അതിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുക. അപ്പൊ അതാണ് ആര്യവേപ്പ് എന്ന് പറയുന്ന കക്കിണ വേപ്പ്. ഇനി ഈ വർഗത്തിൽപ്പെട്ട മറ്റൊരു വേപ്പ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള കറിവേപ്പ്. അത് തടിക്കൊന്നും കൊള്ളില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ഇല നമ്മുടെ കറികളിലും മറ്റും ഇടാൻ ഉപയോഗിക്കുന്നതാണ് കറിവേപ്പ്. അത് അധികം വലിപ്പം വരാറില്ല, മിക്കവാറും എല്ലാ വീട്ടിലുള്ള സാധനമാണ് കറിവേപ്പ്. ഇനി വേറൊരു വേപ്പുണ്ട്, നിങ്ങൾ അറിയാത്തൊരു വേപ്പ്, മലവേപ്പ്. കാട്ടിൽ മാത്രം കാണുന്ന ഒരു വേപ്പ്. അത് ഭയങ്കര വളർച്ച വരും, പെട്ടെന്ന് വളരും, സോഫ്റ്റ് വുഡാണ് അത്, തീരെ വെയിറ്റ് ഇല്ല. അത് പ്രധാനമായിട്ട് ഉപയോഗിക്കുക ഈ വണ്ടികളുടെ ബോഡി പണിക്ക് ഉപയോഗിക്കും. തമിഴ്നാട്ടിലൊക്കെ നാമക്കൽ പ്രദേശത്തൊക്കെ അത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ. വില വളരെ കുറവാണ്, കേടുമില്ല, ദ്രവിക്കില്ല. പക്ഷെ അതിനൊരു കുഴപ്പം എന്താണെന്നറിയോ, നമ്മളിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കട്ടിലിന് പലക അടിക്കുകയാണെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ ആണി അവിടെ നിൽക്കും, മനസ്സിലായി? പലക അങ്ങനെ പൊന്തി വരും. അതായത് അത്രയും ആരുബലം കുറവാണ്. അപ്പൊ അങ്ങനത്തെ ഒരു വേപ്പുണ്ട്, അതാണ് മലവേപ്പ്. നമ്മുടെ ഫോറസ്റ്റിലൊക്കെ ധാരാളം ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ 3 തരം വേപ്പ് നമ്മുടെ നാട്ടിലുണ്ട്. ഇതാണ് വേപ്പിനെ പറ്റിയിട്ട് പറയാനുള്ളത്.